ലോകത്തിലെ ഏറ്റവും പുരാതനമായ നഗരങ്ങളിലൊന്നാണ് ഹെബ്രോൻ. യെരുശലേമിന് 31 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറാണ് അതിൻ്റെ സ്ഥാനം. സമുദ്രനിരപ്പിൽ നിന്ന് 914 മീറ്റർ ഉയരത്തിലാണ് ഹെബ്രോൻ സ്ഥിതി ചെയ്യുന്നത്. യഹൂദ മലനാട്ടിലെ ഈ പട്ടണം ഈജിപ്തിലെ സോവന് 7 വർഷം മുമ്പ് പണിതതാണ്. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഹെബ്രോന്റെ പുരാതന നാമം കിര്യത്ത് അർബ എന്നാണ്. അതിൻ്റെ അർത്ഥം അർബയുടെ നഗരം എന്നാണ്. അർബ എന്ന അനാക്യ മല്ലനാണ് ഈ പട്ടണം പണിതത്. ഉൽപ്പത്തി പുസ്തകം 23:2, യോശുവയുടെ പുസ്തകം 14:15. പട്ടണവും ചുറ്റുമുള്ള കുന്നുകളും മുന്തിരിത്തോട്ടങ്ങൾക്കും മാതളനാരകം, അത്തി, ഒലിവ്, ആപ്പിൾ മുതലായവയ്ക്കും പ്രസിദ്ധിയാർജിച്ചവയാണ്. അനേകം അരുവികളും കിണറുകളും ഹെബ്രോനെ സസ്യശ്യാമളമാക്കുന്നുണ്ട്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നീ ഗോത്രപിതാക്കന്മാർ തങ്ങളുടെ പരദേശവാസത്തിൽ ഒരു ഭാഗം ഇവിടെയാണ് ചെലവഴിച്ചത്. ഉൽപ്പത്തി 13:18, 25:27, 37:13, 14 വാക്യങ്ങൾ. സാറ ഇവിടെ വെച്ച് മരിക്കുകയും അടുത്തുള്ള മക്പേല ഗുഹയിൽ അടക്കപ്പെടുകയും ചെയ്തു. അബ്രഹാം, ഇസഹാക്ക്, റിബേക്ക, ലേയ, യാക്കോബ് എന്നിവരെയും ഈ ഗുഹയിൽ തന്നെയാണ് അടക്കിയത്. ഉൽപ്പത്തി 23:20, 49:29 മുതൽ 33 വരെ, 50-ാം അധ്യായം 13-ാം വാക്യം. മോശയുടെ കാലത്ത് അനാക്യ മല്ലന്മാരാണ് ഹെബ്രോനിൽ പാർത്തിരുന്നത്. സംഖ്യ 13, 22, 28, 33 വാക്യങ്ങൾ. യോശുവയുമായി സഖ്യത്തിലായിരുന്ന ഗിബെയോനെ ആക്രമിക്കുവാൻ 4 രാജാക്കന്മാരോടൊപ്പം ഹെബ്രോനിലെ രാജാവായ ഹോഹം ഒരുങ്ങി. ഗിബെയോന്റെ അപേക്ഷ പ്രകാരം ഇസ്രായേൽ 5 രാജാക്കന്മാരെയും തോൽപ്പിച്ച് അവരെ വധിച്ചു. യോശുവ 10-ാം അധ്യായം 1 മുതൽ 27 വരെ. കനാൻ ദേശം വിഭജിച്ചപ്പോൾ ഹെബ്രോനും ചുറ്റുമുള്ള പ്രദേശങ്ങളും കാലേബിന് നൽകി. യോശുവ 14-ാം അധ്യായം 6 മുതൽ 15 വരെ. പിന്നീട് ഈ പട്ടണം കെഹാത്യ ലേവ്യർക്ക് കൊടുത്തു. 1 ദിനവൃത്താന്തം 6-ാം അധ്യായം 55, 56 വാക്യങ്ങൾ. ദാവീദ് യഹൂദയുടെ രാജാവായിരുന്നപ്പോൾ 7.5 വർഷം ഹെബ്രോൻ തലസ്ഥാനമായിരുന്നു. അവിടെ വെച്ച് ദാവീദിനെ എല്ലാ ഇസ്രായേലിനും രാജാവായി അഭിഷേകം ചെയ്തു. തുടർന്ന് ദാവീദ് തലസ്ഥാനം യെരുശലേമിലേക്ക് മാറ്റി. അബ്ശാലോം മത്സരിച്ചപ്പോൾ ദാവീദ് ഹെബ്രോനെ തൻ്റെ ആസ്ഥാനമാക്കി. 2 ശമൂവേൽ 15-ാം അധ്യായം 7 മുതൽ 12 വരെ. പിൽക്കാലത്ത് രഹബിയാം ഹെബ്രോനെ പണിതുറപ്പിച്ചു. 2 ദിനവൃത്താന്തം 11-ാം അധ്യായം 5 മുതൽ 10 വരെ. ബാബേൽ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന യഹൂദന്മാരിൽ ഒരു വിഭാഗം ഹെബ്രോനിൽ പാർപ്പുറപ്പിച്ചു. നെഹമ്യാവ് 11-ാം അധ്യായം 25-ാം വാക്യം. ആധുനിക നാമം എൽ ഖുലിൽ എന്നാണ്. ബൈബിളിൽ ആശേരിലെ ഒരു പട്ടണത്തിന് ഹെബ്രോൻ എന്ന് പറയുന്നുണ്ട്. യോശുവ 19-ാം അധ്യായം 28-ാം വാക്യം. എബ്രോൻ എന്ന് തർജ്ജമ ചെയ്യുകയാണ് യുക്തം. ലേവി ഗോത്രത്തിൽ കെഹാത്തിന്റെ ഒരു പുത്രൻ ഹെബ്രോനായിരുന്നു. മോശയുടെ പിതാവായ അമ്രാം ഹെബ്രോന്റെ സഹോദരനാണ്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 18, സംഖ്യാപുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം, 1 ദിനവൃത്താന്തം 6-ാം അധ്യായം 2-ാം വാക്യം. മാരേശയുടെ പുത്രനും കോരഹ്, തപ്പൂഹ്, രേക്കെം, ശേമ എന്നിവരുടെ പിതാവായ ഒരു ഹെബ്രോനെക്കുറിച്ചും 1 ദിനവൃത്താന്തം 2-ാം അധ്യായം 43-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്.